ഒക്കെ ഇവിടെ പരിപാടികളുണ്ട്. എന്താ ഇന്നിവിടെ ഓരോരോ പരിപാടികളാണല്ലോ. എന്താ ചെയ്യുന്നോ? എന്താ നിങ്ങളിങ്ങനെ ഓരോ പരിപാടികളാണല്ലോ ദിവസങ്ങൾ ഇവിടെ. എന്താ സംഭവം? എന്താ സംഭവം? എന്ന് രാവിലെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ ഓരോ പരിപാടികളായിട്ട് ഇവിടെ. സംഭവം പറഞ്ഞാൽ സത്യം പറയാലോ, ഈ കുഴി ഇന്നലെ രാത്രി ഞാൻ ബേക്കേറ്റ് വീണതാണ്. ഭാഗ്യത്തിന് പരിക്കൊന്നും പറ്റിയില്ല, ചെറിയ ഒരു പോറലൊക്കെ ഉള്ളൂ. അപ്പോഴേ ഇതിപ്പോൾ 2 മാസമായി UG കേബിളിന് വേണ്ടിയിട്ട് KCB കുഴിച്ച കുഴികളാണ്. നമുക്കതിൽ പരാതിയില്ല, അതൊക്കെ നമുക്ക് വേണ്ടതാണ്. പക്ഷേ ആ കുഴി കഴിഞ്ഞ് അവരെ വർക്ക് കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യണം? പഴയ മാതിരി ആക്കണം. ആ കുഴിയാക്കിയിട്ട് പോകലല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം KCB ഇതിൽ PWDക്ക് പൈസ കെട്ടി, ഇനി ഇതിൻ്റെ ആളുകൾ KCB PWD ആയിരിക്കും. അപ്പോൾ അവരെ ഏൽപ്പിച്ച പണി അവർ ചെയ്യുന്നില്ല. ഇതെന്ന് പറഞ്ഞാൽ 3 വർഷത്തിന് മേലെ ഈ റീടാറിങ് നടന്ന റോഡാണ്. ഈ റോഡിന് എവിടെയും ഒരു കുഴി പോലും ഇല്ലാത്ത റോഡായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ ഗവൺമെൻറ് വ്യവസ്ഥയിൽ തന്നെയാണ് ഈ കുഴി ഉണ്ടാക്കിയത്. എന്നാൽ അത് മൂടണം. നല്ല റോഡായിരുന്നു. അല്ല, അപ്പം സൈൻലാബിത ഇത് നമുക്ക് ആളുകൾക്ക് ഫണ്ടില്ലേ? ഇതിനൊക്കെ ചെയ്യാൻ ഫണ്ടില്ലേ? ആളുകളില്ലേ? ദിവസം മാസങ്ങളായി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഫണ്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് കോടിക്കണക്കിന് ഉൾപ്പെടെ ഫണ്ടൊന്നും വേണ്ട. ഇതിൽ നിന്ന് ഒരാൾ വീണ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ ഈ കോടികളൊന്നും മതിയാവില്ല. ഇപ്പോൾ 2-3 ആൾക്കാർ വീട്ടിൽ ജോലിക്ക് പോയിരുന്ന 3 പയ്യന്മാർ വീട്ടിൽ കെടുക്കാം. അപ്പോൾ ആ ഫണ്ടൊക്കെ ആരാ നിർത്തുക? 6 മാസത്തോളം അവർക്ക് റെസ്റ്റ് വേണമെന്നാണ്. ഒരാൾ കാലിൽ തുടല് കൂട്ടിയിട്ട് ഞാനാണ് അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയത്. ഇപ്പം ഇന്നലെ ഞാൻ വീണതാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ വീണതാണ് ഇന്നലെ. ഇതിൻ്റെ ഫണ്ട് നിങ്ങൾ വെച്ചാൽ ഫണ്ടില്ല എന്ന്. ഇതൊക്കെ നന്നാക്കാൻ ഫണ്ടില്ലെങ്കിൽ പിന്നെ ഏതിനാ ഫണ്ട് വേണ്ടത്? അപ്പോൾ ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം KCB ഫണ്ട് കെട്ടിയിട്ടുണ്ടാവും PWDക്ക്. ആ പൈസ മതി ഇത് നന്നാക്കാൻ. ഇനി ഞാൻ പറയില്ല, ചട്ടങ്ങൾ ഒരുപാട് മാറ്റാണ്ട്. ഇത് KCBനോട് പറഞ്ഞാൽ മതി, നിങ്ങളെ വർക്ക് കഴിഞ്ഞാൽ ആ പഴയ രീതിയിലേക്ക് റോഡ് മാറ്റണം. അതിനവിടെ ഫണ്ടൊന്നും കെട്ടരുത്, ഫണ്ട് മുടികളയാൻ പോകരുത്. KCB എന്താ ചെയ്യുക? ആരാണ് കുഴിച്ചത്, ആരാ റോഡ് കേടെടുത്തത്, അവരെന്നെ നന്നാക്കുക എന്നുള്ള ഒരു നിയമം വെച്ചാൽ മതി. പൂർവ്വ രീതിയിലേക്ക് അവരെന്നെ മാറ്റും. അവർ പിറ്റേന്ന് മാറ്റും. ഇത് മാറ്റാതെ കായ് വാങ്ങിയിട്ടുണ്ടാവും, എന്നാൽ പോലും മാറ്റൂല. ഇതിപ്പം ഞാൻ ഇന്നലെ രാത്രി വീണത്. രാത്രി സ്വാഭാവികമായിട്ട് ഞാൻ ഇപ്പോൾ 3-4 ദിവസം ഇവിടെ ഇല്ലായിരുന്നു. അവർ ഓർമ്മ പോയതാണ്, കുഴിയുള്ള ഓർമ്മയില്ല. രാത്രി ഞാൻ വീണു. രാത്രിയാണ് ഇതിൻ്റെ അധികം അപകടങ്ങളും നടക്കുന്നത്. കാരണം ചെറിയ ലൈറ്റിലൊന്നും ചെറിയ കുഴി കാണൂല, അല്ലെങ്കിൽ വേറെ വണ്ടിക്ക് സൈഡ് കൊടുക്കുമ്പോഴേ റോഡിൻ്റെ സെൻറ്ററാണത്. സ്കിപ്പായി പോകും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇത് എന്തിനാണ് ചെയ്യണത്? നമ്മൾ ചെയ്യണത് ഞാൻ വീണ മാതിരി ഇനി ഒരാൾ പോലും ഈ കുഴിയിൽ ഇനി വീഴരുത്. ഒരു ദിവസമെങ്കിലും ഒരു ദിവസം വീഴരുത്. നല്ല കാര്യമാണ് ഇൻഷാ അല്ലാഹ്. ചെയ്യുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. നമ്മുടെ സംവിധാനങ്ങളുടെ പോരായ്മകൾ എന്ന് പറഞ്ഞാൽ പോരാ, കുറച്ച് കുറവുകൾ എല്ലാം ഉണ്ട്. സംഭവിച്ചു കഴിഞ്ഞാലും അനുഭവിക്കാനുള്ളത് ജനങ്ങളാണ്, ഉദ്യോഗസ്ഥന്മാരോ മറ്റുള്ളവരോ അല്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതായത് നല്ല കാര്യമാണ് ചെയ്യുന്നത്. ഓ നമ്മളെ ബോർഡർ ലൈനാണ് കാണുന്നത് അല്ലേ? നമ്മളെ സൈഡിലെ. ഓ ഇതാണല്ലോ.